എനിക്ക് തീരെ പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാലും ഫസ്റ്റ് ട്രയൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കൈകുത്തി നടത്തം. ഇത് ഷോ ആക്കാൻ വേണ്ടിയിട്ട് കുപ്പായിരുന്നല്ല, ഞാൻ കുപ്പായ ഇട്ടിട്ട് നടക്കുമ്പോൾ കുപ്പായെല്ലാം താണു പോയിട്ട് ബോഡിയെല്ലാം കാണും. അപ്പം എന്തായാലും ഊരിയിട്ട് നടക്കാമെന്ന് വിചാരിച്ച്. നിങ്ങൾ സ്റ്റെപ്സ് ഒന്ന് എണ്ണി വയ്ക്കുക. 100 സ്റ്റെപ്പ് നടക്കാനാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ മാക്സിമം നടന്നിട്ടുള്ളത് 120 സ്റ്റെപ്പാണ്. അതിൻ്റെ മുകളിൽ ഇതുവരെ നടന്നിട്ടില്ല. ഇപ്പോൾ ഇവിടെ സ്ഥലപരിമിതി കാരണം ചെറിയൊരു സ്റ്റെപ്പാണ് വെച്ചത്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അന്ന് കളരി ചേരാൻ പോയത്. അന്നൊരു കിരണാട്ടൻ ഉദ്ഘാടനത്തിനൊന്ന് ഇങ്ങനെ കൈത്തി നടക്കുന്ന കണ്ടിട്ടാണ് എനിക്ക് കൂടുതൽ ഇമ്പ്രഷനിലുണ്ടായത്. അങ്ങനെയാണ് ഞാൻ കളരി പഠിച്ചത്. പിന്നെ ഞാൻ ഈ വർത്തമാനം പറഞ്ഞിടക്ക് നിങ്ങളെ എണ്ണം തെറ്റണ്ട. എൻ്റെ കയ്യിലേക്ക് മാത്രം ശ്രദ്ധിക്കുക, വേറെ എവിടെയും നോക്കാൻ പാടില്ല. ഇപ്പം കുറച്ച് ദിവസമായി ജിമ്മിനും പോകുന്നില്ല, ഓൺ വീഡിയോയും ചെയ്യുന്നില്ല. എല്ലാം കൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. BMI വെച്ച് നോക്കുമ്പോൾ ബോഡി വെയിറ്റ് എന്നും കൂട്ടാണ്ട്, പക്ഷേ ബോഡി വെയിറ്റ് കൂട്ടുമ്പോൾ എനിക്ക് ഇതേപോലെ നടക്കാൻ പറ്റുമെന്നുള്ള എനിക്ക് ഡൗട്ടാണ്. അതാണ് എൻ്റെ മെയിൻ പ്രശ്നം. പക്ഷേ കൈക്ക് സ്ട്രെങ്ത്ത് കൂട്ടണം. എന്നിട്ട് ഇനിയും 120 മുകളിലേക്ക് സ്റ്റെപ്പെല്ലാം ഞാൻ നടക്കും. ഇൻ്റർലോക്കിൻ്റെ അകത്തുനിന്ന് കൈക്കാന്തെല്ലാം തറിക്കുന്നുണ്ട്. ഒരു ഗ്ലൗസ് പോലത്തെ എന്തെങ്കിലും ഇട്ടിട്ട് വേണം ഇനി ഇതേപോലെ നടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു. ഇനി ഇതെല്ലാം ചെറിയ പിള്ളേരും കാണുന്നുണ്ടെങ്കിൽ അനുകരിക്കാതിരിക്കുക. ഇതിനെ പറ്റിയിട്ട് കാര്യമായിട്ട് അറിയുന്ന ആളുകൾക്ക് ട്രെയിനിങ്ങിന് പോയിട്ട് മാത്രം ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുക. വീഡിയോസ് എല്ലാം കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.